നമസ്കാരം. നമ്മളിന്നിവിടെ പഠിക്കാൻ പോകുന്നത് നമ്മൾ GSTR-1 നമ്മളൊരു പുതിയൊരു അപ്ഡേഷൻ വന്നിട്ടുണ്ട്. അതായത് നമുക്ക് മുന്നേ നിൽ റിട്ടേൺ ഫയൽ ചെയ്യാൻ എന്നുണ്ടെങ്കിൽ നമുക്ക് ജനറേറ്റ് സമ്മറി കൊടുത്തിട്ട് നമുക്കങ്ങനെ പോകേണ്ട ആവശ്യം വന്നിരുന്നു. ഇപ്പം നമുക്ക് ഡയറക്റ്റ്ലി നമുക്ക് അവിടെ ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ അതെന്താ നമുക്ക് പഠിക്കാം. അപ്പോൾ ആദ്യം നമ്മൾ GSTയുടെ യൂസർ ഐഡിയും പാസ്വേഡും വെച്ചിട്ട് നമുക്ക് ആദ്യം ലോഗിൻ ചെയ്യാം. അപ്പോൾ നമ്മൾ GSTയുടെ യൂസർ ഐഡിയും പാസ്വേഡും എൻ്റർ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ലോഗിൻ ചെയ്യാം. അപ്പോൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്ക് വരിക. അതായത് നമ്മൾ റിട്ടേൺ ഡാഷ്ബോർഡ്, അതുപോലെ നമ്മൾ ലാസ്റ്റ് 5 മന്ത് ഫയൽ ചെയ്ത റിട്ടേണിൻ്റെ ഡീറ്റെയിലൊക്കെ ഇവിടെ കാണാം നമുക്ക്. അപ്പോൾ നമുക്ക് പുതിയൊരു ഓപ്ഷൻ എന്താ നമുക്ക് നോക്കാം. നിൽ റിട്ടേൺ ഫയൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പുതിയൊരു ഓപ്ഷൻ എന്താ നമുക്ക് ആദ്യം നോക്കാം. അപ്പോൾ റിട്ടേൺ ഡാഷ്ബോർഡിൽ ആദ്യം വരിക. റിട്ടേൺ ഡാഷ്ബോർഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നേരെ വരിക. അതായത് പീരീഡ് സെലക്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ഫിനാൻഷ്യൽ ഇയർ 2022-23 ആണ്. ക്വാർട്ടർ വരുന്നത് ജൂലൈ ടു സെപ്റ്റംബർ ആണ്. അപ്പോൾ ജൂലൈ മാസത്തെയാണ് നമ്മൾ ഫയൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ പീരീഡ് ഇവിടെ ജൂലൈ എന്ന് നമുക്ക് കാണാം. അത് സെലക്ട് ചെയ്യുക. എന്നിവിടെ സെർച്ച് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്ക് വരിക. അതായത് GSTR-1, അതുപോലെ GSTR-2A, 2B, അതേപോലെ 3B കാണാം. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് GSTR-1 ആണ്. അപ്പോൾ GSTR-1 നമ്മൾ നിൽ റിട്ടേൺ ഒക്കെ ഫയൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് പ്രിപ്പയർ ഓൺലൈനിൽ വരിക. അപ്പോൾ പ്രിപ്പയർ ഓൺലൈനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ പ്രിപ്പയർ ഓൺലൈൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാം നിങ്ങൾക്ക് ഇങ്ങനെ കുറേ ടേബിൾ കാണാം. P2B, B2C എന്നൊക്കെ പറഞ്ഞ ടേബിളുകൾ കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾ ആ മാസത്തെ റിട്ടേൺ, അതായത് നിങ്ങൾക്ക് സെയിൽസ് ഇല്ല, അതുപോലെ ക്രെഡിറ്റ് നോട്ടൊന്നുമില്ല, അതായത് ആ മാസം നിങ്ങൾക്ക് സെയിൽസ് ഇല്ല, അതുപോലെ ക്രെഡിറ്റ് നോട്ടില്ല, അതുപോലെ അഡ്വാൻസ് ആയിട്ട് എമൗണ്ട് ഒന്നും റിസീവ്ഡ് ആയിട്ടില്ല, യാതൊരുവിധ ട്രാൻസാക്ഷനും ഇല്ല. ഇനി പർച്ചേസ് ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് യാതൊരുവിധ സെയിൽസുമായി ബന്ധപ്പെട്ട യാതൊരു ക്രെഡിറ്റ് നോട്ടോ സെയിൽസോ അതുപോലെ സെയിൽസിന് അഗെയിൻസ്റ്റ് അഡ്വാൻസ് റിസീവ്ഡോ ഈ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് നിൽ റിട്ടേൺ ആയിട്ട് ഫയൽ ചെയ്യുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ബോക്സ് കാണാം. അവിടെ ഫയൽ നിൽ റിട്ടേൺ GSTR-1 എന്നാണ് ഒരു ഓപ്ഷൻ കാണാം. ഫയൽ നിൽ GSTR-1 എന്നൊരു ടാബ് കാണാം. അതിൽ ടിക്ക് ചെയ്യുക. അപ്പോൾ ഫയൽ നിൽ GSTR-1 എന്നുള്ള ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ താഴെ കാണാം. ഫയൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് കാണാം. അതിൽ എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക. അപ്പം നമ്മൾ നേരിട്ട് നമ്മൾ ഡിക്ലറേഷൻ ബോക്സിലേക്ക് വരും. അതായത് ഡിക്ലറേഷൻ ബോക്സിലേക്ക് വരും. അവിടെ നമ്മൾ ടിക്ക് കൊടുക്കുക. അതായത് നമ്മളെ പ്രൊപ്പറേറ്റർ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടിക്ക് കൊടുക്കുന്നത്. അവിടെ നമ്മൾ ടിക്ക് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ പ്രൊപ്പറേറ്റർ സെലക്ട് ചെയ്യുക. പ്രൊപ്പറേറ്റർ സെലക്ട് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് ഫയൽ വിത്ത് EVC വെച്ചിട്ടോ അല്ലെങ്കിൽ DSC വെച്ചിട്ടോ ഫയൽ ചെയ്യുക. അപ്പോൾ നമ്മളവിടെ ഫയൽ വിത്ത് EVC വെച്ചിട്ടാണ് ക്ലിക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഫയൽ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ ഫയൽ വിത്ത് EVC ക്ലിക്ക് ചെയ്തു. അപ്പോൾ നമുക്കൊരു OTP വന്നിട്ടുണ്ടാവും. ആ OTP എൻ്റർ ചെയ്യുക. അപ്പോൾ നമ്മളവിടെ OTP എൻ്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ വെരിഫൈ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വെരിഫൈ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫയൽഡ് എന്ന് കാണാം നമ്മളെ സ്റ്റാറ്റസ്. അപ്പോൾ നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ പുതിയ ഓപ്ഷൻ വെച്ചിട്ട് നമുക്ക് എങ്ങനെ GSTR-1 ഫയൽ ചെയ്യേണ്ടതെന്നുള്ള കാര്യമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ വ്യക്തമാക്കിയത്. അപ്പോൾ എന്തായാലും നന്ദി, നമസ്കാരം.